എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്ററുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് മാൽദീവ്സിലെ ഉംഗുഫാരു എന്ന ഐലൻഡിലാണ്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കുറേ നാളുകൾ കൂടിയാണ് ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോയുമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒരു ബോട്ട് എടുത്ത് റെന്റിനെടുത്ത് കടലിൽ പോയി ഫിഷിംഗ് ചെയ്യാമെന്നാണ് ഇന്ന് തീരുമാനം. അപ്പം ആ വരുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരാണെല്ലാം. അപ്പൊ എല്ലാരും തന്നെ ബോട്ടിൽ കയറുവാണ്. അപ്പൊ നമ്മള് ബോട്ടിൽ കയറി ഉടൻ തന്നെ ചെറിയൊരു ചാറ്റമഴ ഉണ്ടായി. ഇവിടെ മാൽദീവ്സിൽ അങ്ങനെയാണ്. ഒരു പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മഴ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ബോട്ട് ഉംഗുഫാരു വിട്ടിരിക്കുകയാണ്. ഈ ബേബയാണ് നമ്മുടെ ക്യാപ്റ്റൻ. അതായത് പുള്ളി നല്ല അടിപൊളി ഒരു ഫിഷർമാനുമാണ്. അപ്പൊ കയറിയ ഉടൻ തന്നെ നമ്മളെല്ലാം ബോട്ടിന്റെ അറ്റത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെയാണ്. അപ്പൊ നമ്മള് നടുക്കടലിൽ എത്തിയിട്ടുണ്ട്. ബോട്ട് ആങ്കർ ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാവരും റോഡും റീലും ഒക്കെ റെഡിയാക്കുവാണ്. നമ്മുടെ ഹാൻഡ് ലൈനിലും റോഡിലെ റീലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വന്ന് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. പിജോബ്രോയ്ക്കാണ് അത് അടിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡീപ്പിലാണ് നമ്മൾ ഇത് കാസ്റ്റ് ചെയ്യുന്നത്. നല്ല ഫൈറ്റ് മീൻ തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ മീൻ കേറിയിട്ടുണ്ട്. അതൊരു നല്ല അടിപൊളി മീനാണ്. സ്നാപ്പർ ഇനത്തിൽപ്പെട്ട ഒരു മീനാണെന്ന് തോന്നുന്നു. ഇതിന്റെ പേരെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പക്ഷെ അടിപൊളി മീനാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മീൻ പ്രജീഷ് ബോയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. നമ്മുടെ കപ്പിത്താൻ ഡേവെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് മീൻ വലിക്കേണ്ടതെന്ന്. കാരണം ഇവിടെ ഒരുപാട് ഷാർക്കുകളാണ്. നമ്മൾ സ്ലോ ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ മീനെ ഷാർക്ക് കൊണ്ടുപോകും, നമുക്ക് കിട്ടില്ല. അപ്പൊ അടുത്ത മീനും കയറിയിരിക്കുകയാണ്. അതും സെയിം ഇനം മീൻ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് മീനുകൾ അടിച്ചോടെ എല്ലാരും എക്സൈറ്റഡ് ആണ്. അടുത്ത മീൻ ആർക്കാണ് അടിക്കുന്നതെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ് എല്ലാരും. നമ്മുടെ മൂന്നാമത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. അത് പിജോബ്രോയ്ക്ക് തന്നെയാണ് അടിച്ചത്. ഇത് അടിപൊളി ഫൈറ്റ് ആണ് മീൻ തരുന്നത്. വിജയപുരക്കാളുടെ എക്സൈറ്റഡ് ആണ് റോജി. അപ്പൊ നമ്മുടെ ഫിഷ് മീനും കയറിയിരിക്കുകയാണ്. അത് ഒരു വൈറ്റ് സ്നാപ്പറാണ്. അടുത്ത മീൻ പ്രജീഷ് ബോയ് വീണ്ടും അടിച്ചിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പുള്ളി വലിച്ചു കയറ്റുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്ത് മീനാന്ന്. ഇതൊരു
റെഡ് ഹമൂറാണ്. പല വെറൈറ്റി ഹമൂറുകൾ ഇവിടെ മാൽഡീവ്സിൽ കിട്ടും. അടുത്ത് മേടിച്ചിരിക്കുന്ന റോജിക്കാണ്, ഹാൻഡ് ലൈനിലാണ്. മീനൊക്കെ കിട്ടിയ അടിപൊളി ഒരു മീൻ തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ ഷാർക്ക് അതിന്റെ ബാക്കി കൊണ്ടുപോയി, ഉടല് കൊണ്ടുപോയി, തല മാത്രമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് മുമ്പ് ബേബി പറഞ്ഞത് പെട്ടെന്ന് തന്നെ വലിച്ചു കയറണമെന്ന്. അപ്പൊ അടുത്ത നമുക്ക് മീൻ അടിച്ചിരിക്കുന്ന പാലുബിക്കാണ്. മാൽദീവിയനാണ് പുള്ളി, നമ്മുടെ ഫ്രണ്ടാണ്. പുള്ളിയാണ് നമ്മുടെ ഈ ട്രിപ്പൊക്കെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. മീൻ വലിച്ച് ടോപ്പിലെത്തിയതും വലിയൊരു ഷാർക്ക്, അതായത് നല്ല സൈസുള്ള ഒരു ഷാർക്ക് അടുത്ത് വന്നു. അതാണ് പുള്ളി പെട്ടെന്ന് വലി നിർത്തിയത്. ഷാർക്കാണോ ചൂണ്ടയെന്ന് ഒരു നിമിഷം പുള്ളി സംശയിച്ചു പോയി. നമ്മുടെ മീൻ കയറിയിരിക്കുകയാണ്. നമുക്ക് നേരത്തെ കിട്ടിയ അതുപോലെ തന്നെയുള്ള ഒരു മീനാണ്, അത്യാവശ്യം സൈസ് ഉണ്ട്. കയറ്റി കയറിയാണ്. മീനിന്റെ വാലിലൊരു കടിയുണ്ട്. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ അതിനെ ഷാർക്ക് കൊണ്ടുപോയെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ നമുക്ക് നൈറ്റായി. നമ്മള് ഗ്രില്ലടിക്കാൻ വേണ്ടി തീ കത്തിച്ചു. പെട്ടെന്ന് തന്നെ പാലോബിയും നമ്മുടെ ബോട്ടിലെ ഡ്രൈവറും കൂടെ പെട്ടെന്ന് തന്നെ ഫിഷ് ക്ലീൻ ചെയ്തു. പാലോബിയും പ്രജീഷ് ബോയും കൂടെ ഫിഷിനെ വരഞ്ഞ് അതിൽ മസാല പുരട്ടുകയാണ്. മസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. നമുക്ക് കുറെ മീനുകൾ കിട്ടിയിരുന്നു ഇതിനിടയ്ക്ക്. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത് ചാറ്റൽ മഴയും ഇരുട്ടും ഒക്കെ ആയതുകൊണ്ടാണ്. പ്രജീഷ് ബോയും പാലോബിയും കൂടെ മസാലയും ഒക്കെ അടിപൊളിയായിട്ട് പുരട്ടി ഫിഷ് ഗ്രില്ല് ചെയ്യാൻ റെഡിയാക്കുവാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ അടിപൊളി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഗ്രില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബിജോ ബ്രൈക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. രാത്രിയായിട്ട് വീഡിയോ അത്ര ക്ലിയർ അല്ല, പക്ഷെ അടിപൊളി ഫ്ലൈറ്റ് ആണ് മീൻ തരുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും, അടിപൊളി വീഡിയോസ്. അപ്പം അതൊരു റെഡ് സ്നാപ്പറാണ് നമുക്ക് കയറിയിരിക്കുന്നത്. നമുക്ക് കുറെ മീൻ കിട്ടിയത് ഇതൊക്കെയാണ്. നമ്മള് ഗ്രില്ലിനെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ്. നമ്മുടെ ഗ്രില്ല് റെഡി ആയിരിക്കുകയാണ്.